കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താഴു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യത്തില് ഒരു ശമോൻ യേശുവിന്റെ കുരിശ് താങ്ങിക്കൊടുത്തതായിട്ട് നാം വായിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ധാരാളം ശമോന്മാരുണ്ട്. അതിലേത് ശമോനാണ് കുരിശ് താങ്ങിക്കൊടുത്തതെന്ന് അറിയാനായിട്ട് പ്രസ്തുത ശമോനെ പറ്റി ഒരു ഐഡന്റിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അലക്സാണ്ടറിന്റെയും റൂഫൂസിന്റെയും പിതാവായ കെബ്രീൻകാരനായ ശമയോൻ. ക്ലിയറായ കാര്യങ്ങളെല്ലാം. ആ ശമോനെ പിടിച്ചു നിർത്തി മല്ലന്മാരായ പട്ടാളക്കാര് യേശുവിന്റെ തോളിൽ നിന്ന് ആ കുരിശെടുത്ത് ശമോന്റെ തോളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ശമോൻ ആകപ്പാടെ പേടിച്ച് പറിക്കുകയാണ്. കുരിശിന്റെ ഭാരം കൊണ്ട് മാത്രമല്ല, ഗാവുൽത്തായിൽ ചെന്ന് കഴിയുമ്പോൾ എന്നെയും കുരിശെ തൂക്കുവോ എന്നുള്ള പേടി കൊണ്ട് ശമോൻ വിറയ്ക്കുകയാണ്. യേശുനാഥൻ അത് കണ്ട് മനസ്സിലാക്കി കരുണാപൂർവം ആ ശമോനെ ഒന്ന് നോക്കി. ആ ഒറ്റ നോട്ടത്തില് ശമോന്റെ വിറവിലും പേടിയും എല്ലാം മാറി. കുരിശ് തോളിലേക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേന് ശമോൻ പേടിച്ച് വിറച്ചു. ഭയാനകമായ ഈ കുരിശ് ഞാൻ എങ്ങനെ താങ്ങിക്കൊണ്ട് പോകും? അതിലും യേശു ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ആ കുരിശ് പഞ്ഞുകൊണ്ടുണ്ടാക്കിയ കുരിശിനെ പോലെയാണ് ശമോൻ അനുഭവപ്പെട്ടത്. ഒരു ഒട്ടും കലമില്ല. ഇത് പഞ്ഞിയുടെ കുരിശാണല്ലോ എന്ന് ശമോൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ കുരിശ് വഹിച്ചുകൊണ്ട് ശമോൻ പോവുകയാണ്. ശമോന് കുരിശ് കുരിശ് അതിന്റെ ഭാരം വഹിക്കാനായിട്ട് ശമോനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ശമോന്റെ തോളിൽ വെച്ച് കൊടുത്തത് യേശുവിനോടുള്ളതായ അനുകമ്പ കൊണ്ടോ കാരുണ്യം കൊണ്ടോ ഒന്നുമല്ല. ജീവനോടെ യേശുവിനെ ക്രൂശിക്കണമെന്ന് പട്ടാളക്കാരും അതുപോലെ തന്നെ മറ്റ് പരിസയരും എല്ലാവരും നിശ്ചയിച്ചു. ജീവനോടെ ക്രൂശിക്കുക. അത് തിരുവെഴുത്ത് നിറവേറുന്നതിന് വേണ്ടിയാണ്. മരിച്ചയാളെ ക്രൂശിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. തിരുവെഴുത്ത് നിറവേറത്തക്ക രീതിയിൽ യേശുവിനെ ജീവനോടെ ക്രൂശിക്കുന്നതിന് വേണ്ടിയാണ് ശമോനെ പിടിച്ചു നിർത്തിയത്. യേശുനാഥന് ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എന്റെ കുരിശെടുത്തുകൊണ്ട് പുറകെ വരിക എന്ന്. നേരെ മറിച്ച് നിന്റെ കുരിശെടുത്തുകൊണ്ട് എന്റെ പുറകെ വരിക എന്ന് മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. പൗലോസ്യ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശുവിന്റെ പീഡാനുഭവത്തിലുള്ള കുറവ് ഞാൻ നികത്തുന്നുവെന്ന്. ദൈവമേ, എന്താണ് കുറവ് യേശുവിന്റെ പീഡാനുഭവത്തില്? രക്തം വീർത്ത് പാവങ്ങളെപ്പറ്റി ഓർത്തപ്പോൾ, താൻ പരിഹരിക്കേണ്ടതായ മനുഷ്യഭാവത്തെ പറ്റി ഓർത്തപ്പോൾ രക്തം വീർക്കുകയാണ്. ചമ്മട്ടിയടി അതുപോലെ തന്നെ. കർത്താവെ, എന്തോ ഒരു ചമ്മട്ടി അടിച്ചിട്ടുണ്ടാവും. 40 സാധാരണ ചമ്മട്ടി അടിക്കുക എല്ലാവരും അവരെ പ്രയോഗിക്കുന്നത്. പക്ഷേ യേശുവിന്റെ കാര്യത്തില് 40 അല്ല 400 അടിച്ചിട്ടുണ്ടാവും. പീലാത്തോസ് പോലും വളരെ സഹതാപൂർവം പറയാണ്, ഏച്ചേ ഓമോ, ഇതാ മനുഷ്യൻ, ഈ മനുഷ്യനെയാണോ നിങ്ങൾക്ക് ഞാൻ തന്നത്? ഈ പരുവത്തിൽ നിങ്ങൾ ആക്കിയല്ലോ. അങ്ങനെയെല്ലാം ചെയ്തിട്ടും പൗലോസേ പറയുകയാണ്, അതെ, നിങ്ങളുടെ അതിലുള്ള കുറവ്, യേശുവിന്റെ പീഡാനുഭവത്തിൽ ഇനിയും കുറവുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ആ കുറവ്? നമ്മളുടെ സഹകരണം. നമ്മളുടെ പാവത്തിനു വേണ്ടിയും ബാക്കിയുള്ള ആളുടെ പാവത്തിനു വേണ്ടിയുമുള്ളതായ പരിഹാര അനുഷ്ഠാനം അവിടെ നടക്കാത്തോടത്തോളം കാലം എൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ലെങ്കിൽ അവിടെ അതിൻ്റെ എന്തോ ഒരു പോരായ്മയുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് യേശുവിനെ അതിൻ്റെ കുരിശ് താങ്ങിക്കൊടുക്കാനായിട്ട് സഹായിച്ചില്ലെങ്കിൽ അതിൻ്റെ കുറവ് അവിടെ ഉണ്ടാവും. അതാണ് പൗലോസ്യ ഉദ്ദേശിക്കുന്ന കുറവ് എന്ന് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും കുറവ് തീർത്തെടുക്കാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും എല്ലാം സന്തോഷമായിട്ട് കാഴ്ചവെക്കുക. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ലേശങ്ങളും വിഷമങ്ങളും സന്തോഷമായിട്ട് കാഴ്ചവെക്കുക. ബാക്കിയുള്ള ആളുകളെ നമ്മൾ സഹായിച്ചുകൊണ്ട് അതുകൂടി യേശുവിനെ കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരിക്കൽ ഞാനൊരു മഠത്തിൽ കുർബാന ചൊല്ലാനായിട്ട് പോയി. 6:30-ക്കാണ് കുർബാന. ഞാൻ 6 മണിക്ക് അവിടെ ചെന്ന് അവിടെ നിന്ന് ധ്യാനിക്കാമല്ലോ എന്ന് വിചാരിച്ച് മഠത്തിൽ ചാപ്പലിൽ കയറിയപ്പോൾ അവിടെ ആരുമില്ല. എന്താ ഇതിങ്ങനെ ഇത്രയും നേരമായിട്ട് ആരും വരുന്നില്ലല്ലോ? ഞാനൊന്ന് ഹോളിലേക്ക് നോക്കിയപ്പോഴത്തേന് ഓരോ കട്ടിലിലും ഓരോ സിസ്റ്റേഴ്സ് ഇരുന്നും കൊണ്ട് കിടപ്പ് രോഗികളെ ശുശ്രൂഷിച്ച് അവരുടെ എല്ലാം കിടന്നുകൊണ്ടാണ് അവിടെ പരിപാടികൾ. മോശമായ
ആ ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റി പുതിയ ഡ്രസ്സ് ധരിപ്പിക്കുന്നു, കുർബാനയ്ക്ക് ഒരുക്കുന്നു. അങ്ങനെ അവർ അവിടെ കിടന്നുകൊണ്ട് കുർബാനയിൽ സംബന്ധിക്കുകയാണ്. ചില പാട്ട് പാടും, ചില ചുണ്ടനയ്ക്ക് പാട്ട് പാടും. അവസാനം ഞാൻ എല്ലാവർക്കും കുർബാന കൊടുത്തതുപോലെ ആ കിടപ്പ് രോഗികൾക്കും കുർബാന കൊണ്ട് കൊടുക്കുകയാണ്. ആ ശുശ്രൂഷിച്ച സഹോദരിമാരോട് കിടപ്പ് രോഗികളെ കഴുകി തുടച്ച് ആ വസ്ത്രമെല്ലാം മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിച്ച ആ രോഗികളോട്, സിസ്റ്റേഴ്സിനോട് ഈശോ എന്താ പറയാൻ പോകുന്നത്? ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അനാദി മുതലേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം അവകാശമാക്കുക. അതാ സിസ്റ്റേഴ്സിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ പ്രതി ത്യാഗങ്ങൾ സഹിക്കുമ്പോഴും ബാക്കിയുള്ള ആളുകളെ നമ്മൾ സന്തോഷമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മളോട് യേശു പറയാൻ പോകുന്നത് അനാദി മുതലേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം അവകാശമാക്കുക. വിശാദംബരൻ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.